കാനം രാജേന്ദ്രൻ എന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മരണത്തിന് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി പദം അലങ്കരിക്കുവാനെത്തിയ ബിനോയ് വിശ്വം ആദ്യഘട്ടത്തിലൊക്കെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ പിന്നീട് CPMന്റെ അഭിപ്രായത്തിന് ഭിന്നമായി CPI പല നിലപാടുകൾ മുൻപോട്ട് വയ്ക്കുന്നു. അപ്പോഴും CPIക്കുള്ളിൽ കൃത്യമായ കെട്ടുറപ്പുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ CPIക്കുള്ളിൽ ബിനോയ് വിശ്വത്തിനെതിരായുള്ള പടപ്പുറപ്പാട് ആരംഭിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ബിനോയ് വിശ്വത്തെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്ന ചില സൂചനകൾ പുറത്തുവരുന്നു. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള പാർട്ടി സമ്മേളനങ്ങൾ മണ്ഡലം തലത്തിലേക്ക് കടന്നതോടെ CPIയിൽ ആകെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു എന്ന വാർത്തയും സൂചനയും പുറത്തുവരുന്നു. പരിചയക്കുറവും സംഘടനാ രീതികളിൽ അജ്ഞതയുമുള്ള സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോടുള്ള എതിർപ്പാണ് മണ്ഡലം സമ്മേളനങ്ങളിൽ അതൃപ്തിയായി പുകഞ്ഞ് കലാശിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു. പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക എന്നത് സമ്മേളനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശമാണെങ്കിലും ജില്ലാ നേതൃത്വം മുകളിൽ നിന്ന് തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതാണ് പലയിടത്തും മണ്ഡല സമ്മേളനങ്ങളിൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ആദ്യത്തെ മണ്ഡല സമ്മേളനം നടന്ന കുണ്ടറ മുതൽ ഏറ്റവും ഒടുവിൽ റാന്നി മണ്ഡല സമ്മേളനം വരെ ഇങ്ങനെ പുകഞ്ഞ് പ്രശ്നങ്ങളായി മാറുകയായിരുന്നു. ആലപ്പുഴയിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ബിനോയ് വിശ്വത്തെ വീണ്ടും സെക്രട്ടറിയായി തിരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് മണ്ഡല സമ്മേളനം മുതലുള്ള ഇടപെടലെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ആക്ഷേപം. കാനം പക്ഷത്തിന്റെ പിന്തുണയോടെയാണ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയതെങ്കിലും ഇപ്പോൾ പഴയ കാനം പക്ഷക്കാർ പോലും ബിനോയ് വിശ്വത്തെ മനസ്സുകൊണ്ട് പിന്തുണയ്ക്കുന്നില്ല. സെക്രട്ടറി എന്ന നിലയിൽ രാഷ്ട്രീയ സംഘടനാ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിൽ ബിനോയ് വിശ്വം തികഞ്ഞ പരാജയമാണെന്നാണ് അവരുടെ പരാതി. കൊല്ലം ജില്ലയിലെ കുണ്ടറ മണ്ഡല സമ്മേളനത്തിലുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ സ്വീകരിച്ച സസ്പെൻഷൻ നടപടി റദ്ദാക്കി സംസ്ഥാന സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടും കൊല്ലം ജില്ലാ എക്സിക്യൂട്ടീവ് വിളിച്ച് തീരുമാനം നടപ്പാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരുമാനം നടപ്പാക്കാൻ ചുമതലപ്പെട്ട സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KR ചന്ദ്രമോഹൻ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം പാലിക്കാൻ തയ്യാറാകാത്തതാണ് കാരണം. സംഘടനയിലോ അതിന്റെ നേതൃത്വത്തിലോ നിയന്ത്രണം നേടാൻ ബിനോയ് വിശ്വത്തിനായിട്ടില്ല എന്നതിന്റെ ഉദാഹരണമായാണ് കാനം പക്ഷക്കാർ ഈ സംഭവത്തെ വീക്ഷിക്കുന്നത്. ഇത്തരം അസംതൃപ്തികളുടെ പ്രതിഫലനമാണ് എറണാകുളത്തെ മുതിർന്ന നേതാക്കൾ സംസ്ഥാന സെക്രട്ടറിയെ അപഹസിച്ചുകൊണ്ട് നടത്തിയ സംഭാഷണം. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയും തമ്മിൽ നടത്തിയ സംഭാഷണം ബിനോയ് വിശ്വത്തെ അങ്ങേയറ്റം താറടിക്കുന്നതാണ്. ജില്ലാ നടപടി എടുക്കണമെങ്കിൽ സെക്രട്ടറിയോട് ചോദിക്കണമെങ്കിൽ ഇവർ സംസ്ഥാന കൗൺസിലാണോ എന്നാണ് കമലാ സദാനന്ദന്റെ ചോദ്യം. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് എല്ലാവർക്കും സെക്രട്ടറിയോട് ഇഷ്ടക്കേടായിട്ടുണ്ടെന്നും കമല ദിനകരനുമായുള്ള സംഭാഷണത്തിൽ തുറന്നടിക്കുന്നുണ്ട്. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബിനോയ് വിശ്വം നാണം കെട്ടേ ഇറങ്ങിപ്പോകുകയുള്ളൂ എന്നാണ് ജില്ലാ സെക്രട്ടറി KM ദിനകരന്റെ മറുപടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്കെതിരെ മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ ആക്ഷേപം ചൊരിയുന്നത് CPIയുടെ ചരിത്രത്തിൽ ആദ്യമായാണ്. സംസ്ഥാനത്തെ പാർട്ടിയിൽ ഭീകരമായ പ്രശ്നങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്നും മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നുമാണ് നേതാക്കൾ പറയുന്നത്. സെക്രട്ടറിക്കെതിരെ പാർട്ടിയുടെ നേതൃത്വത്തിലും താഴെത്തട്ടിലും അതിർത്തി പടരുന്ന സാഹചര്യത്തിൽ ബിനോയ് വിശ്വത്തെ നീക്കാനുള്ള ശ്രമങ്ങൾക്ക് ആലപ്പുഴ സാക്ഷ്യം വഹിച്ചേക്കും. ബിനോയ് വിശ്വം മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ കാനം പക്ഷത്ത് തന്നെയുള്ളതിനാൽ പാർട്ടിയിലെ ശക്തി കച്ചേരി എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് പ്രവചനാതീതമാണ്. ബിനോയ് വിശ്വത്തെ മാറ്റിയാൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താൻ താല്പര്യം പ്രകടിപ്പിച്ച അദ്ദേഹത്തിന്റെ അടുപ്പക്കാരനായ P സന്തോഷ് കുമാർ, P പ്രസാദ്, K രാജൻ എന്നിവർ രംഗത്തുണ്ട്. കമലാ സദാനന്ദനും KM ദിനകരനും തമ്മിലുള്ള സംഭാഷണത്തിൽ ബിനോയ് വിശ്വത്തിന് പകരക്കാരനായി P സന്തോഷ് കുമാർ MPയുടെ പേര് പറയുന്നുണ്ട്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. കാനം പക്ഷത്തെ ഉറച്ച നേതാക്കളാണ് കമലാ സദാനന്ദനും KM ദിനകരനും. അവർ തന്നെ സന്തോഷ് കുമാറിന്റെ പേര് പറഞ്ഞു തുടങ്ങിയത് ബദൽ നീക്കങ്ങളുടെ സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ബിനോയ് വിശ്വത്തിന് എതിരായ ഒരു പക്ഷം രൂപപ്പെട്ടു വരുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ ബിനോയ് വിശ്വത്തിന് പകരക്കാരനായി ഇനി മറ്റാരെങ്കിലും വരുമോ എന്നുള്ള ചോദ്യം മാത്രമാണ് നിലനിൽക്കുന്നത്.